ഗുഡ് ഈവനിങ്. ഞാൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇടുന്നത്, നമ്മുടെ മോഡ്യൂൾ ഫസ്റ്റിന്റെ. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ കണക്റ്റീവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മൾ 3 കണക്റ്റീവ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ആൻഡ് നമ്മൾ പറഞ്ഞു എ എന്ന് പറഞ്ഞ ഇലക്ട്രോന്റെ സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. എക്ക് നടുക്കുള്ള ഈ ഒരു വെട്ടില്ലാത്ത രീതിയിൽ ഓർ കണക്റ്റീവ് തിരിച്ചിടുകയാണ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഓർ നെഗേഷൻ. നമ്മൾ ഇതാണ് ഇതിന്റെ എല്ലാം ട്രൂത്ത് ടേബിളും ഒക്കെ നമ്മൾ പറഞ്ഞു. ആൻഡിന് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയും, ഓറിന് നമ്മൾ ഡിസ്ജങ്ഷൻ എന്ന് പറയും, നോട്ടിന് നമ്മൾ നെഗേഷൻ എന്ന് പറയും. ഇനി ഇത് മൂന്നും കൂടാതെ നമ്മൾ രണ്ട് പുതിയ കണക്റ്റീവ്, നമുക്ക് അത്ര പരിചയമില്ലാത്ത 2 കണക്റ്റീവ്സ് പറയുകയാണ്. ഒന്ന് കണ്ടീഷണൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബൈ കണ്ടീഷണൽ. കണ്ടീഷണലും ബൈ കണ്ടീഷണലും. കണ്ടീഷണൽ എന്ന് പറഞ്ഞ കണക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സിംഗിൾ ഡയറക്ഷൻ ആരോയാണ്. ഇതാണ്. ബൈ കണ്ടീഷണൽ എന്ന് പറഞ്ഞ കണക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് 2 ഡയറക്ഷനുള്ള ആരോയാണ്. അപ്പം കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ടുള്ള റിലേഷനാണ് കണ്ടീഷണൽ. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താ നമുക്ക് വിശദമായിട്ട് നമുക്ക് പറയാം. എന്നാൽ ബൈ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എയിൽ നിന്ന് ബിയിലോട്ടും ബന്ധമുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് ബിക്ക് ആരോടും ഉത്തരവാദിത്വമുണ്ട്? എയോടും ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ എക്ക് ബിയോട് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ. ഇവിടെ ആണെങ്കിലോ എക്ക് ബിയോടും ഉണ്ട്, ബിക്ക് എയോടും ഉണ്ട്. അതാണ് ബൈ കണ്ടീഷണൽ. അപ്പൊ കണ്ടീഷന്റെ തന്നെ ഇരട്ടിയായിട്ട് വരുന്നു. ഒന്ന് സിംഗിൾ ഡയറക്ഷനിൽ, മറ്റത് ബൈ ഡയറക്ഷനിൽ. ഇനി ഇത് ഓരോ കണ്ടീഷണൽ ആയിട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ കണ്ടീഷണൽ കണക്റ്റീവ് വെച്ചിട്ട് നമ്മൾ 2 സ്റ്റേറ്റ്മെന്റുകളെ കമ്പൈൻ ചെയ്താൽ എന്താണ് അതിന്റെ അർത്ഥം? ബൈ കണ്ടീഷണൽ കണക്റ്റീവ് വെച്ച് 2 സ്റ്റേറ്റ്മെന്റുകളെ കമ്പൈൻ ചെയ്താൽ എന്താണ് അതിന്റെ അർത്ഥം എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാനിവിടെ 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രാധ ഈസ് ഇൻ ദ ക്ലാസ്. രാധ ക്ലാസ്സിൽ ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രാജു ഈസ് ഇൻ ദ ക്ലാസ്. രാജുവും ക്ലാസ്സിലുണ്ട്. ഒന്നാമത്തെ ഞാൻ പി എന്ന് കൊടുത്തു, രണ്ടാമത്തെ ഞാൻ സിംബോളിക് ആയിട്ട് ക്യൂ എന്ന് കൊടുത്തു. അപ്പൊ രാധ ക്ലാസ്സിലുണ്ട് പി, രാജു ക്ലാസ്സിലുണ്ട് ക്യൂ. ഞാൻ പറയാണ് പി കണ്ടീഷണൽ ക്യൂ. നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ എന്നും വായിക്കും. പി ഇംപ്ലൈസ് ക്യൂ എന്ന് വായിച്ചാലും ഇതൊക്കെ തന്നെ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാലും ഇത് തന്നെ. അപ്പൊ പി കണ്ടീഷണൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അർത്ഥം ഇതാണ്: ഇഫ് പി ദെൻ ക്യൂ. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ, ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയെങ്കിലേ പറ്റത്തുള്ളൂ. ട്രൂ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ ഫാൾസ് ആയി പോകും. അപ്പൊ പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ടായിരിക്കണം. പി കറക്റ്റ് ആണെങ്കിൽ ക്യൂവും കറക്റ്റ് ആയിരിക്കണം. പി കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ക്യൂവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക വേണ്ട. എന്തോ ആയാലും നമുക്കൊന്നുമില്ല. അപ്പൊ ഞാനിപ്പോ ഈ എക്സാമ്പിൾ, നമ്മുടെ എക്സാമ്പിൾ പറയുകയാണ്. പി എന്ന് പറഞ്ഞാൽ രാധ ഈസ് ഇൻ ദ ക്ലാസ്. ക്യൂ എന്ന് പറഞ്ഞാൽ രാജു ഈസ് ഇൻ ദ ക്ലാസ്. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ അല്ലെങ്കിൽ പി കണ്ടീഷണൽ ക്യൂ എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ രാധ ക്ലാസ്സിലുണ്ടെങ്കിൽ ആരും ക്ലാസ്സിലുണ്ടായിരിക്കണം? ക്യൂവും ഉണ്ടായിരിക്കണം, രാജുവും ക്ലാസ്സിലുണ്ടായിരിക്കണം. അപ്പം ഇഫ് രാധ ഈസ് ഇൻ ദ ക്ലാസ് ദെൻ രാജു ഈസ് ഇൻ ദ ക്ലാസ്. അതാണ് പി ഇംപ്ലൈസ് ക്യൂവിന്റെ അർത്ഥം. ഇഫ് രാധ ഈസ് ഇൻ ദ ക്ലാസ്, രാധ ക്ലാസ്സിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും രാജു ക്ലാസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. അപ്പം നമുക്കിതിനകത്ത് പിക്ക് നമ്മൾ പറഞ്ഞ പേര് ഹൈപ്പോത്തിസിസ് ആണ്, ക്യൂവിന് പറഞ്ഞ പേര് കൺക്ലൂഷൻ ആണ്. അപ്പൊ നമുക്ക് കുറെ 2-3 നമുക്ക് സിറ്റുവേഷൻസ് എടുക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് പി ട്രൂ ആണ്. എന്തുവാ പി ട്രൂ എന്ന് പറഞ്ഞാല്? രാധ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, ക്യൂ. അപ്പൊ നമ്മൾ നോക്കും രാജു ഉണ്ടോ? രാജുവും വന്നിട്ടുണ്ട്. പിയും ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണ്. അപ്പം പി ഇംപ്ലൈസ് ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ട് എന്തുവാണ്? പി ഇംപ്ലൈസ് ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് അത് ട്രൂ ആണ്, അല്ലെ? പി ഇംപ്ലൈസ് ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. രണ്ടാമത്തെ കേസ് ഞാൻ എടുക്കുന്നു. എന്താ? പി ട്രൂ ആണ്. പി ട്രൂ എന്ന് വെച്ചാൽ ആര് ക്ലാസ്സിലുണ്ട്? രാധ ക്ലാസ്സിലുണ്ട്. പക്ഷേ രാജു ഉണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ കണ്ടീഷൻ. പക്ഷെ രാജു ക്ലാസ്സിൽ വന്നിട്ടില്ല. രാജു അന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല. രാധയുള്ള ദിവസം രാജു എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ എത്തുന്നതാണ്. പക്ഷെ അന്ന് രാജു ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പം നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഇഫ് പി ദെൻ ക്യൂ. പി ട്രൂ ആണെങ്കിൽ ക്യൂവും ട്രൂ ആയിരിക്കും. പക്ഷെ പി ട്രൂ ആയിട്ടും ആര് ട്രൂ അല്ല?
ക്യൂ ട്രൂ അല്ല. അതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്, ട്രൂത്ത് വാല്യൂ ഫാൾസ് ആണ്. അടുത്ത കേസ് എന്ന് വെച്ചാൽ രാധ ക്ലാസ്സിൽ വന്നിട്ടില്ല, പി ഫാൾസ്. ക്യൂ ട്രൂ ആണ് എന്ന് വെച്ചാൽ രാജു ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്തുവാ? രാധ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പി ട്രൂ ആണെങ്കിൽ ക്യൂ ട്രൂ ആയിരിക്കണം. അപ്പൊ പി ട്രൂ അല്ലാത്തതുകൊണ്ട് ക്യൂ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ട്രൂ ആയിട്ട് തന്നെ അങ്ങ് എടുക്കും. കാരണം ഈ രാധ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് തെറ്റ് പറയാൻ പറ്റുള്ളൂ. രാധ ഉള്ളപ്പം രാജു ഇല്ലെങ്കിലേ തെറ്റുള്ളൂ. രാധ ഇല്ലാത്തപ്പോൾ രാജു വന്നാലും വന്നില്ലേലും അത് കറക്റ്റ്, ഒരു കുഴപ്പമില്ല. അടുത്ത രണ്ടാമത്തെ കേസ്, രാധ ക്ലാസ്സിൽ വന്നിട്ടില്ല, എഫ് ഫാൾസ് ആണ്, പി ഫാൾസ് ആണ്. ക്യൂവും ഫാൾസാ, രാജുവും ക്ലാസ്സിൽ വന്നിട്ടില്ല. രാധ ക്ലാസ്സിൽ വരാത്ത പി ഫാൾസ് ആണെങ്കിൽ, രാധ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ, രാജു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഒരു ചുക്കുമില്ല. സോ ഇറ്റ് ഈസ് ട്രൂ. അപ്പൊ നമ്മൾ പറയും ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റില് പിയും ട്രൂവും ക്യൂ ഫാൾസ് വന്ന ടി എഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്ന കേസിൽ മാത്രമേ ഔട്ട്പുട്ട് ഫാൾസ് ആകത്തുള്ളൂ. ബാക്കിയുള്ള കേസിലെല്ലാം എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ നമ്മള് പി കണ്ടീഷണൽ ക്യൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്ന എപ്പോഴാണ്? പി ട്രൂ ആവുകയും ക്യൂ ഫാൾസ് ആവുകയാണെങ്കിൽ പി കണ്ടീഷണൽ ക്യൂ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അല്ലാത്ത കേസിലെല്ലാം ഇതിന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? ട്രൂ തന്നെ ആയിരിക്കും. ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് കുറച്ച് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്കിവിടെ നോക്കാം. അവിടെ പിക്ക് നമ്മളൊരു പേര് പറയും, പി ഇസ് കാൾഡ് ഹൈപ്പോത്തസിസ്. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് കൺക്ലൂഷൻ. അപ്പൊ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണെങ്കിൽ കൺക്ലൂഷനും കറക്റ്റ് ആയിരിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫാൾസ് ആണെന്ന് പറയും. ഇനി നമുക്ക് ഈ രണ്ടു മൂന്ന് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇഫ് ഇറ്റ് റെയിൻസ്, ഇതാണ് പി. ഇഫ് ഇറ്റ് റെയിൻസ് എന്നുള്ളതാണ് പി. സോ ഇഫ് ഇറ്റ് റെയിൻസ് ദെൻ ദ ഗ്രൗണ്ട് ഈസ് വെറ്റ്. അപ്പം ഇറ്റ് റെയിൻസ് പിയും ദ ഗ്രൗണ്ട് ഈസ് വെറ്റ് ക്യൂ ആണ്. കണ്ടീഷനിലാക്കാനായിട്ട് പി ഇംപ്ലൈസ് ക്യൂ നമ്മൾ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് സെന്റൻസ് എഴുതുന്നത്? ഇഫ് ഇറ്റ് റെയിൻസ്, ഇഫ് എന്ന് വെച്ചാൽ പി ഇംപ്ലൈസിന്റെ, മഴ പെയ്യുകയാണെങ്കിൽ ദെൻ ദ ഗ്രൗണ്ട് ഈസ് വെറ്റ്. അപ്പൊ മഴ പെയ്താൽ ഗ്രൗണ്ട് നനഞ്ഞിരിക്കണം. മഴ പെയ്തില്ല എന്നിട്ടും ഗ്രൗണ്ട് നനഞ്ഞിരുന്നാൽ നമുക്കൊന്നുമില്ല, അല്ലേ? അപ്പോഴും ട്രൂ ആണ്. മഴ പെയ്തു, ഇറ്റ് റെയിൻസ് ട്രൂ ആണ്. ഗ്രൗണ്ട് വെറ്റല്ല. നമ്മൾ പറയുന്നത് എന്തുവാ? മഴ പെയ്താൽ ഗ്രൗണ്ട് വെറ്റായിരിക്കണം. അപ്പൊ പി ട്രൂ ആണെങ്കിൽ ക്യൂ ട്രൂ ആയിരിക്കണം. പി ട്രൂ ആണ് പക്ഷെ ക്യൂ ട്രൂ അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അടുത്ത ഐ സ്റ്റഡി ഹാർഡ്, ഇതാണ് പി. ഐ സ്റ്റഡി ഹാർഡ്, ഇതാണ് പി. ഐ വിൽ ഗെറ്റ് ഗുഡ് ഗ്രേഡ്, ഇതാണ് ക്യൂ. രണ്ട് സിമ്പിൾ സെന്റൻസുകളാണ്, രണ്ട് പ്രൊസഷൻസ് ആണ്. ഇത് നമ്മൾ ഈ ഇംപ്ലൈസ് വെച്ച് നമ്മൾ കണക്ട് ചെയ്തേക്കുക. ഇഫ് ഐ സ്റ്റഡി ഹാർഡ് ദെൻ ഐ വിൽ ഗെറ്റ് ഗുഡ് ഗ്രേഡ്. അപ്പം ഞാൻ നന്നായിട്ട് പഠിച്ചാൽ എനിക്ക് നല്ല ഗ്രേഡ് കിട്ടും. അപ്പൊ ഞാൻ നന്നായിട്ട് പഠിച്ചു, എനിക്ക് നല്ല ഗ്രേഡ് കിട്ടി. അപ്പം പിയും ട്രൂ, ക്യൂവും ട്രൂ, ഔട്ട്പുട്ട് ട്രൂ ആണ്. പിയും ട്രൂ ഈ കാണിച്ചേക്കുന്നത് പിയും ട്രൂ, പിയും ട്രൂ, പിയും ഇവിടെ പി ട്രൂ, ക്യൂ ട്രൂ, ഔട്ട്പുട്ട് ട്രൂ. അടുത്ത ഞാൻ നന്നായിട്ട് പഠിച്ചു പക്ഷേ എന്റെ ഗ്രേഡ് വളരെ മോശമായി, അല്ലേ? പഠിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി, എനിക്കൊന്നും നല്ലപോലെ എഴുതാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ നന്നായിട്ട് പഠിച്ചാൽ എന്തോ വേണമെന്നാ? നല്ല ഗ്രേഡ് വേണമെന്നാണ് പറയുന്നത്. പി ഇംപ്ലൈസ് ക്യൂ പറയുന്നത് അതാ. പക്ഷെ പി ട്രൂ ആയിട്ടും ക്യൂ ട്രൂ അല്ല. അതായത് പി ട്രൂ ആണ്, ക്യൂ ട്രൂ അല്ല, ഫാൾസ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് ഫാൾസ്. അടുത്ത ഞാൻ നന്നായിട്ട് പഠിച്ചില്ല, ഞാൻ പഠിക്കാനേ പോയില്ല, എനിക്ക് എന്റെ ഗ്രേഡ് നല്ല ഗ്രേഡാണ്. അപ്പം പി ഫാൾസ് ആണെങ്കിൽ, ഞാൻ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്റെ ഗ്രേഡ് നല്ലതായാലും മോശമായാലും എനിക്കൊന്നുമില്ല. പി ക്യൂ ട്രൂ ആയതുകൊണ്ട് ഈ എഫ് ഫാൾസ് ആയതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അടുത്ത ഞാൻ നന്നായിട്ട് പഠിച്ചതുമില്ല, എനിക്ക് നല്ല ഗ്രേഡും കിട്ടിയില്ല. അതും ഞാൻ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രം എനിക്ക് നല്ല ഗ്രേഡ് കിട്ടണമെന്നാണ് നമ്മുടെ കണ്ടീഷൻ. നന്നായിട്ട് പഠിക്കാതിരുന്നതുകൊണ്ട് ഇവിടെ എന്തോ ആയാലും എനിക്ക് എന്തോ കിട്ടിയാലും എനിക്കൊന്നുമില്ല. സോ ഇറ്റ് ഇസ് ട്രൂ. ഇതാണ് ഇതിന്റെ ട്രൂത്ത്. അപ്പൊ നമുക്ക് ആ ട്രൂത്ത് ടേബിൾ എന്ന് എഴുതാം. പി ഇംപ്ലൈസ് ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ എഴുതാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുന്നത്. ഇഫ് രാധ ഇസ് ഇൻ ദ ക്ലാസ്, രാജു ഇസ് ഇൻ ദ ക്ലാസ്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇഫ് രാധ ഈസ് ഇൻ ദ ക്ലാസ്, ഇഫ് രാധ ഈസ് ഇൻ ദ ക്ലാസ്, രാധ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, ഇഫ് രാധ ഈസ്
ഇൻ ദ ക്ലാസ്, ആര് ക്ലാസ്സിലുണ്ടായിരിക്കണം? ദെൻ രാജു ഈസ് ഇൻ ദ ക്ലാസ്. ഇതാണ് പി ഇംപ്ലൈസ് ക്യൂവിന്റെ അർത്ഥം, ഈ എഴുതിയേക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നു പി ട്രൂ ആണ്. ഇത് പി ട്രൂ എന്ന് വെച്ചാല് രാധ ക്ലാസ്സിലുണ്ട്, രാജുവും ക്ലാസ്സിലുണ്ട്. അപ്പം രാധ ക്ലാസ്സിലുണ്ടെങ്കിൽ രാജു ക്ലാസ്സിലുണ്ടായിരിക്കണം. അപ്പൊ പിയും ട്രൂ ക്യൂവും ട്രൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ഈസ് ട്രൂ. കാരണം രാധ ക്ലാസ്സിലുണ്ടെങ്കിൽ രാജു ക്ലാസ്സിലുണ്ടായിരുന്നു. അടുത്ത രണ്ടാമത്തെ കേസ്, രാധ ക്ലാസ്സിലുണ്ട്, രാജു ക്ലാസ്സിൽ വന്നിട്ടില്ല, രാജു സിനിമയ്ക്ക് പോയി. പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണ്. അപ്പൊ എന്താ ഔട്ട്പുട്ട്? പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഫാൾസ്. കാരണം നമ്മൾ പറയുന്നത് രാധ ക്ലാസ്സിലുണ്ടെങ്കിൽ രാജു ക്ലാസ്സിലുണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ രാജു ക്ലാസ്സിൽ വന്നിട്ടില്ല, സോ ഇറ്റ് ഈസ് ഫാൾസ്. അടുത്ത രാധ ക്ലാസ്സിൽ വന്നിട്ടില്ല, രാജു ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. രാധ ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ രാജു വന്നാലും വന്നില്ലെങ്കിൽ നമുക്കൊന്നുമില്ല, ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് തന്നെ കിടക്കും. അടുത്തത് രാധ ക്ലാസ്സിൽ വന്നിട്ടില്ല, രാജുവും ക്ലാസ്സിൽ വന്നിട്ടില്ല. രാധ വന്നിട്ടില്ലെങ്കിൽ രാജു വന്നോ ഇല്ലയോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പൊ നമുക്കറിയാം ഈ രണ്ടാമത്തെ കോളമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഫാൾസ് ആകുന്ന ഒരേ ഒരു കണ്ടീഷൻ വെച്ചാൽ പി ട്രൂ ക്യൂ എഫ്. അപ്പം പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞ ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എഫ് ടി എന്ന് പറഞ്ഞ കണ്ടീഷൻ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പി ട്രൂവും ടി എഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ പി ട്രൂവും ക്യൂ ഫാൾസുമായിട്ട് വരുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ തന്നെ ആയിരിക്കും. നമ്മൾ ഇങ്ങനെയുള്ള ട്രൂത്ത് ടേബിൾ എഴുതുമ്പോഴേ രണ്ട് വേരിയബിൾ പിയും ക്യൂവും മാത്രം എടുക്കുകയാണെങ്കിൽ അത് എഴുതാനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയുടെയും ക്യൂവിന്റെയും എല്ലാ കോമ്പിനേഷനും എടുക്കണം. അതിനുള്ള ഏറ്റവും മാർഗം പിയുടെ കയ്യിൽ 2 വട്ടം ടി എഴുതുക, 2 വട്ടം ഫാൾസ് എഴുതുക, 2 ട്രൂ 2 ഫാൾസ്. ക്യൂവിന്റെ കേസിൽ ഒരു ട്രൂ ഒരു ഫാൾസ്, ഒരു ക്യൂ ഒരു ഫാൾസ്, ഒരു ട്രൂ ഒരു ഫാൾസ്. ടി ടി എഫ് എഫ് ടി എഫ് ടി എഫ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോമ്പിനേഷൻസും ഇതിനകത്ത് വരും. നമ്മൾ ഈ ഒരു ഇതാണ് നമ്മൾ കാണാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ 2 ട്രൂ വരുന്നു, ഒരു ട്രൂ ഒരു ഫാൾസ്, ഒരു ഫാൾസ് ഒരു ട്രൂ. ഇതാണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ട്രൂത്ത് ടേബിളും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ബൈ കണ്ടീഷണൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് പിയിൽ നിന്ന് ക്യൂവിലേക്കും, പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ടായിരിക്കണം, ഇതാണ് കണ്ടീഷണൽ. തിരിച്ചും കൂടെ ഉണ്ടെങ്കിൽ, അതായത് ക്യൂ ഉണ്ടെങ്കിൽ പിയും ഉണ്ടായിരിക്കണം, ഇതാണെങ്കിൽ ഇത് ബൈ കണ്ടീഷണൽ. ഇത് നമ്മൾ എഴുതുമ്പോഴാണ് നമ്മൾ എഴുതുന്നത്. അപ്പം പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ടായിരിക്കണം, ക്യൂ ഉണ്ടെങ്കിൽ പിയും ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മൾ ഈ ബൈ കണ്ടീഷൻ വെച്ച് പറയുന്നത്. ഇവിടെ ക്യൂ ആണ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ പറയുന്നത്. ഞാൻ സൈസ് ഒന്ന് പറയാം. ക്യൂ ഉണ്ടായിരിക്കണം, പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ടായിരിക്കണം. ഇതാണ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ അതിന്റെ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറഞ്ഞാൽ if p then q and if q then p. if p then q എന്ന് വെച്ചാൽ p implies q ആണ്. തിരിച്ചുമായിരിക്കണം. എന്തുവാ? if q then p. ഇത് രണ്ടും കൂടെ വരുന്നതാണ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. പിക്ക് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയും, ക്യൂവിന് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയാണ്. രാധ ഈസ് പി എന്ന് പറഞ്ഞാൽ രാധ ഈസ് ഇൻ ദ ക്ലാസ്. ക്യൂ എന്ന് പറഞ്ഞാൽ രാജു ഈസ് ഇൻ ദ ക്ലാസ്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ അല്ലെങ്കിൽ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് വെച്ചാൽ ഡബിൾ ആരോ ഇട്ടിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് രാധ ഈസ് ഇൻ ദ ക്ലാസ്, രാധ ക്ലാസ്സിലുണ്ടെങ്കിൽ ഈസ് ഇൻ ക്ലാസ് ആരും ഉണ്ടായിരിക്കണം? ദെൻ രാജു ഇൻ ദ ക്ലാസ്, രാജു ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. അവിടെ തീർന്നില്ല, ഇനിയുണ്ട് അതിന്റെ കൂട്ടത്തിൽ. ആൻഡ് ഇഫ് രാജു ഈസ് ഇൻ ദ ക്ലാസ്, ഈസ് ഇൻ ക്ലാസ്, രാജു ക്ലാസ്സിലുണ്ടെങ്കിൽ ആരും ഉണ്ടായിരിക്കണം? രാധ ഈസ് ഇൻ ദി ക്ലാസ്. അപ്പൊ രണ്ടുപേരും കാണണം. രാജു ഉണ്ടെങ്കിൽ രാധയും കാണണം, രാധ ഉണ്ടെങ്കിൽ രാജുവും കാണണം. ആ രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ട്രൂ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നു പി ഈസ് ട്രൂ. എന്നുവെച്ചാൽ എന്തുകൊണ്ട്? രാജു ക്ലാസ്സിലുണ്ട്. ക്യൂ ഈസ് ട്രൂ, രാധയും ക്ലാസ്സിലുണ്ട്.
അപ്പം രാജു ക്ലാസ്സിലുണ്ടെങ്കിൽ രാധ ക്ലാസ്സിലുണ്ടായിരിക്കണം, രാധ ക്ലാസ്സിലുണ്ടെങ്കിൽ രാജു ഉണ്ടായിരിക്കണം. സോ ദി ഔട്ട്പുട്ട് ഈസ് ട്രൂ. രണ്ടും കറക്റ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇത് ഡബിൾ ഇംപ്ലൈസ് ആണ് ഇവിടെ, ഡബിൾ ഇംപ്ലൈസ്. അടുത്ത പി എന്ന് വെച്ചാൽ രാധ. രാധ ക്ലാസ്സിലുണ്ട്, ട്രൂ ആണ്. ആര് ക്ലാസ്സിലില്ല? രാജു ക്ലാസ്സിലില്ല. നമ്മുടെ കണ്ടീഷൻ എന്തുവാ? രാധ ഉള്ളപ്പോ രാജു വേണം, രാജു ഉള്ളപ്പോ രാധ വേണം. ഇവിടെ കണ്ടീഷൻ തെറ്റി. രാധ ഉണ്ടായിട്ടും രാജു ഇല്ല. സോ ഇറ്റ് ഈസ് ഫാൾസ്. അടുത്ത കേസ്, രാധ ക്ലാസ്സിൽ വന്നിട്ടില്ല, രാധയുടെ പ്രസൻസ് ഫാൾസ്. രാജു ഉണ്ട്. ഇവിടെയും രാധ ഉള്ളപ്പോ രാജു ഉണ്ടാകണം, രാജു ഉള്ളപ്പോ രാധ ഉണ്ടായിരിക്കണം. അപ്പൊ രാജു ഉണ്ട്, രാധയില്ല. അതുകൊണ്ട് ഇത് ഔട്ട്പുട്ട് ഫാൾസ്. അടുത്ത, രാധ ക്ലാസ്സിൽ വന്നിട്ടില്ല, രാജുവും ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്തുവാ? രാധ ഉണ്ടെങ്കിൽ രാജു ഉണ്ടായിരിക്കണം, രാജു ഉണ്ടെങ്കിൽ രാധ ഉണ്ടായിരിക്കണം. ഇവിടെ രാജു ഇല്ല, അതുകൊണ്ട് രാധ ഉണ്ടാവണം നിർബന്ധമില്ല. രാധയില്ല, അതുകൊണ്ട് രാജു ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ ഇതിന്റെ കേസിൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ട്രൂ ആയിരിക്കും. കാരണം നമ്മുടെ കണ്ടീഷൻ വരേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജു ഉണ്ടെങ്കിൽ രാധ മതി, പക്ഷെ രാജു ഇല്ലല്ലോ. തിരിച്ച് രാധ ഉണ്ടെങ്കിൽ രാജു മതി, രാധയില്ല, അപ്പൊ അത് ട്രൂ ആയിരിക്കും. അപ്പൊ നമ്മൾ പറയും ഒരു ബൈ കണ്ടീഷൻ സ്റ്റേറ്റിന്റെ കേസിൽ പിയും ക്യൂവും സെയിം ആയിട്ട് വരണം. പി ട്രൂ ആണെങ്കിൽ ക്യൂവും ട്രൂ ആയിട്ട് വന്നാൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അല്ലെങ്കിൽ പി ഫാൾസ് ആണെങ്കിൽ ക്യൂവും ഫാൾസ് ആയിട്ട് വന്നാൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അപ്പം പിയും ക്യൂവും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ, പി ട്രൂ ആണെങ്കിൽ ക്യൂവും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. പി ഫാൾസ് ആണെങ്കിൽ ക്യൂവും ഫാൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇപ്പൊ പിയും ക്യൂവും സെയിം ആയിട്ട് വന്ന കേസിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും, ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. മറ്റേ കേസിൽ എങ്ങനെയായിരുന്നു? ടി എഫ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ മാത്രമേ ഔട്ട്പുട്ട് എന്താകത്തുള്ളൂ? ഫാൾസ് ആകത്തുള്ളൂ. എവിടാ? പി ഇംപ്ലൈസ് ക്യൂവില്. പി ഡബിൾ ഇംപ്ലൈസ് ക്യൂവിലാണെങ്കിലോ? പി ഡബിൾ ഇംപ്ലൈസ് ക്യൂവിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിയും ക്യൂവും സെയിം ആവുന്ന കേസിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. പി ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണെങ്കിൽ പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരിക്കും. പി ഫാൾസ് ആണ്, ക്യൂവും ഫാൾസ് ആണെങ്കിൽ പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ഫാൾസ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ഡബിൾ ഇംപ്ലൈസിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഈഫ് ആൻഡ് ഒൺലി ഈഫ് എന്ന് പറയുന്നത്. ഇതാണ് ഡബിൾ ഇംപ്ലൈസിന്. ഡബിൾ ഇംപ്ലൈസിന് എ നമ്പർ ഈസ് ഈവൻ, അതാണ് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പി. ഈഫ് ആൻഡ് ഒൺലി ഈഫ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2. ഈഫ് ആൻഡ് ഒൺലി ഈഫ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഡബിൾ ഇംപ്ലൈസ് ആണ്, ബൈ കണ്ടീഷനിലാണ്. അപ്പൊ നമ്മളൊരു രണ്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് ഈഫ് ആൻഡ് ഒൺലി ഈഫ് എന്നുള്ള ആയത് വന്നു കഴിഞ്ഞാൽ ഇതാണ്. ഈഫ് ദെൻ എന്ന് വന്നു കഴിഞ്ഞാൽ, ഈഫ് സ്റ്റേറ്റ്മെന്റ് ദെൻ വേറെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇംപ്ലൈസ് എന്നുള്ളതാണ്. ഇതാണ് കണ്ടീഷനിൽ സിംഗിൾ ആരോ. ഈഫ് ആൻഡ് ഒൺലി ഈഫ് കഴിഞ്ഞാൽ ഡബിൾ ആരോ. രണ്ടിന്റെയും ട്രൂത്ത് ടേബിളും നിങ്ങൾ ഓർത്തിരിക്കണം. ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റും ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഇതിന്റെ നോട്ട്സും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നെല്ലാം നിങ്ങൾക്ക് ഒരുമാതിരി മനസ്സിലായി കാണും. ഇതിന്റെ നോട്ട്സ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, കണ്ടീഷണൽ ആൻഡ് conditional and biconditional propositions. Conditional എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ if P and Q are propositions, then the compound proposition if P then Q that is denoted by P implies Q is called a conditional proposition. P യും Qയും രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇഫ് പി ദെൻ ക്യൂ, പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന കണ്ടീഷൻ അത് നമ്മൾ സിംബോളിക്കായിട്ട് റെപ്രസെന്റ് പി ഒരു സിംഗിൾ ആരോ ക്യൂ ആണ്. പി എ സിംഗിൾ ആരോ ക്യൂ. ഇതിന് പറഞ്ഞ പേരാണ് കണ്ടീഷണൽ പ്രൊപ്പോസിഷൻ. വിച്ച് ഈസ് ഫാൾസ് വെൻ പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഫാൾസ്. ടി എഫ് എന്ന കണ്ടീഷൻ പി ട്രൂവും ക്യൂ ഫാൾസും ആകുന്ന കേസിൽ മാത്രമേ ഇത് ഫാൾസ് ആകത്തുള്ളൂ. ആൻഡ് ട്രൂ അതർവൈസ്, വേറെ എല്ലാ കേസിലും എന്തുമായിരിക്കും? ഇറ്റ് വിൽ ബി ട്രൂ. ഇതിനകത്ത് പി ഈസ് കാൾഡ് ഹൈപ്പോത്തസിസ് ഓർ പ്രിമൈസ് ആൻഡ് ക്യൂ ഈസ് കാൾഡ് കൺക്ലൂഷൻ ഓർ കോൺസിക്വൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം.
അപ്പം അതിന്റെ ട്രൂത്ത് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ പി ക്യൂ പി ഇംപ്ലൈസ് ക്യൂ. പി ട്രൂ ആണെങ്കിൽ ക്യൂവും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. പി ട്രൂവും ക്യൂ ഫാൾസ് ആവുന്ന കേസിൽ മാത്രം ഔട്ട്പുട്ട് ഫാൾസ്. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്തുമായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ ഈ കേസ് മാത്രം നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ടി എഫ് വരുന്ന കേസിൽ മാത്രമേ ഔട്ട്പുട്ട് ഫാൾസ് ആകത്തുള്ളൂ. അടുത്ത ബൈ കണ്ടീഷനിൽ if P and by conditional statement, if P and Q are propositions, then the compound proposition P if and only if Q, that is denoted by P by conditional Q, P double arrow Q, is called by conditional proposition, which is true when the clear alla when it is true when P and Q are the same, have the same truth value. പിക്കും ക്യൂവിനും സെയിം ട്രൂത്ത് വാല്യൂ വരുമ്പോഴാണ് ഇത് എന്താവുന്നത്? ട്രൂ ആവുന്നത്. അതിന്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ട്രൂത്ത് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് പി, ഇത് ക്യൂ, പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ. പി ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണെങ്കിൽ അതിന്റെ ട്രൂത്ത് വാല്യൂ സെയിം ആയതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ. പിന്നെ എപ്പോഴാണ് ട്രൂ ആവുന്നത്? പി ഫാൾസ് ക്യൂവും ഫാൾസ് ആകുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. രണ്ടിന്റെ ട്രൂത്ത് വാല്യൂ സെയിം ആകുമ്പോൾ മാത്രം ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുകയും പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തറവാകും. പിന്നെ നമുക്ക് ടോട്ടോളജി കോൺട്രഡിക്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പറ്റും അടുത്ത വീഡിയോയിൽ. ഇത് നിങ്ങളൊന്ന് വായിക്കണം, നല്ലപോലെ പഠിക്കണം, ട്രൂത്ത് ടേബിൾ വൃത്തിയായിട്ട് നോക്കി വയ്ക്കണം. എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.